ഹലോ. നമ്മൾ വെൻഡിങ് മെഷീനിൽ റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇ ആർ പി ആപ്ലിക്കേഷനാണിത്. ഈ സോഫ്റ്റ്വെയർ ഇ ആർ പി ആപ്ലിക്കേഷനാണ്. ഈ ഇ ആർ പി ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വെൻഡിങ് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവവും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഡാഷ്ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ യൂസേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ പ്രൊഡക്റ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം, വെയർ ഹൗസ്, അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഫ്രാഞ്ചൈസി മാനേജ്മെൻറ്റ്, റീഫിൽ പ്ലാൻ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മുടെ വി എം ലിസ്റ്റ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ നമ്മളൊരു അഡ്മിൻ പേജ് ആയതുകൊണ്ടാണ് എല്ലാ മെഷീൻസും എല്ലാ വെയർ ഹൗസും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളവിടെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ റിലേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വെൻഡിങ് മെഷീൻ കണക്റ്റഡ് ആയിട്ടുള്ള വെയർ ഹൗസ് മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്ന്, പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മുടെ വെൻഡിങ് മെഷീനിലേക്ക് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. ഇതിൽ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം നമുക്ക് ഈ ഇ ആർ പി സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പ് വെർഷനിൽ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഡെയിലി അത് പക്ഷേ നമ്മൾ പർച്ചേസ് പുതിയ ഓരോ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ വെയർ ഹൗസിലേക്ക് ആഡ് ചെയ്യേണ്ട എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മെഷീൻ റീഫിൽ മെഷീൻ റീഫിൽ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് നമ്മൾ ആ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻകാർ പ്രോഡക്റ്റ്സ് കൊണ്ട് തരുമ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിലെ വെയർ ഹൗസിലേക്ക് നമ്മൾ ഫിസിക്കലായിട്ട് ആഡ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിലും ഈ വെയർ ഹൗസിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്, അത് എത്ര ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് സോഫ്റ്റ്വെയറിൽ ഒരു വെയർ ഹൗസ് ഉണ്ട്. അതായത് ഇതിലൊരു വെയർ ഹൗസ് ഉണ്ട്. ആ വെയർ ഹൗസാണ് ഇത് നമ്മൾ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വെയർ ഹൗസിൽ ആഡ് ചെയ്യുന്നത്. അതിനാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ, അതായത് റീഫിൽ പാർട്ട്ണർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷനാണത്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ മെഷീനകത്തോട്ട് ഈ വെയർ ഹൗസിലെ പ്രോഡക്റ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരിക, ഈ 4 ഡോട്ട് ഉണ്ട്. 4 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നേരെ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് ഉണ്ട്. വെയർ ഹൗസ് മാനേജ്മെൻറ്റിനകത്ത് വരിക, അവിടുന്ന് പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്രിയേറ്റ്. ഇപ്പോൾ ഈ പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേ വെൻഡിമിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതൊന്നും കാണേണ്ടി വരത്തില്ല. കാരണം ഇതിൽ നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള വെൻഡിമിഷനും അതിൻ്റെ വെയർ ഹൗസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൽ വെയർ ഹൗസ് ഉണ്ട്. ഇതിലും നിങ്ങളുടെ വെൻഡിമിഷനുമായിട്ട് അസോസിയേഷൻ ആയിട്ടുള്ള വെയർ ഹൗസ് മാത്രമേ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ കാരിത്താസ് ഹോസ്പിറ്റലിലെ വെൻഡിമിഷനാണ്, ഫാർമസി കോളേജിലെ വെൻഡിമിഷൻ എനിക്ക് പാർട്ട്ണറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കാരിത്താസ് ഫാർമസി വെയർ ഹൗസ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കാരിത്താസ് ഹോസ്പിറ്റലിലെ ഫാർമസി എന്നുള്ള വെൻഡിമിഷനിലോട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരെ കാരിത്താസ് ഫാർമസി വെയർ ഹൗസ് സെലക്ട് ചെയ്യുക. ഇത് നമ്മൾ എന്ത് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്താലും ഈ കാരിത്താസ് ഫാർമസി വെയർ ഹൗസിലേക്കായിരിക്കും ഇത് ആഡ് ആവുന്നത്. ഇതിനകത്ത് ഈ QR പർച്ചേസ് ഇതിൽ സെലക്ട് സപ്ലയറാണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അതാവുമ്പോൾ പർച്ചേസ് ഇൻവെൻറ്ററി ഡയറക്റ്റ്ലി ഇത് കാണിച്ചോളും. ഇത് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരു ബിങ്കോ ചിപ്സ്, ബിങ്കോ ക്രീമാനൊരി നമ്മളൊരു എടുക്കുകയാണ്. ഇത് നമ്മൾ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിങ്കോ ക്രീമാനൊരി, പച്ച കളറിൽ ബിങ്കോ. ഇത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്, 39. നമ്മളൊരു 10 കൂടെ പർച്ചേസ് ചെയ്തു. ഡിസ്ട്രിബ്യൂഷൻകാർ ഒരു 10 നമ്മുടെ ഗോഡൗണിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്ക് അതിനകത്തുനിന്ന് ഒരു 10 സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യണം. പർച്ചേസ് ക്വാണ്ടിറ്റി നമ്മൾ 10 അല്ലേ, ജസ്റ്റ് ഇവിടെ 10 കൊടുക്കുന്നു. പർച്ചേസ് ഒരു പ്രൈസ് ഉണ്ട്. നമുക്ക് എത്ര പെർസെൻറ്റേജ് മാർജിൻ, എത്ര പെർസെൻറ്റേജ് മാർജിൻ എന്നുള്ളതനുസരിച്ച് നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയത്. ചിലപ്പോൾ നമുക്ക് ബിങ്കോ നമുക്ക് ഒരു 25% മാർജിൻ ഉണ്ടെങ്കിൽ ബിങ്കോ നമുക്കൊരു 20 രൂപയുടെ സാധനമാണ് നമുക്ക് ഒരു 15 രൂപയ്ക്ക് കിട്ടുമല്ലോ. അതാണ് ഇതിന് 15 രൂപ പർച്ചേസ് ക്വാണ്ടിറ്റി കാണിക്കുന്നത്. ഇതിന് ശേഷം ഈ പ്ലസ് കൊടുക്കുന്നു. അതിപ്പോൾ ആ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു, അടുത്ത പ്രോഡക്റ്റ് എടുക്കുന്നു. പിന്നെ നമുക്ക് അടുത്തത് പെപ്സിയാണ്. പെപ്സി ഒരു 20 റുപ്പീസിൻ്റെ സെയിം 20 റുപ്പീസിൻ്റെ നമ്മൾ പർച്ചേസ് ക്വാണ്ടിറ്റി നമുക്കൊരു 20 എടുത്തു, ജസ്റ്റ് 20. അതിനുശേഷം എത്ര രൂപ പ്രൈസ് എത്ര കിട്ടിയെന്നുള്ളത്, അതിപ്പോൾ നമ്മൾ 15 ആണെങ്കിൽ 15 എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, അത് കണക്കൂട്ടി കൊടുക്കുക. അതും
പ്രസ് കൊടുക്കുക. ഇതുപോലെ നമുക്ക് വേണ്ട പ്രോഡക്റ്റ്സ് എല്ലാം നമ്മളിവിടെ ആഡ് ചെയ്യുക. നമുക്ക് വേണ്ട കിട്ടിയ പ്രോഡക്റ്റ്സ് എല്ലാം ആഡ് ചെയ്ത ശേഷം നേരെ ഇവിടെ ഒന്ന് സെൻഡ് കൊടുക്കുക. നേരെ സെൻഡ് കൊടുക്കുന്നു. ജസ്റ്റ് പർച്ചേസ് ഓർഡർ എന്തെങ്കിലും കൊടുത്താലും മതി. അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് സേവ് ചെയ്യുക. സേവ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ കാരിത്താസ് ഫാർമസി വെയർഹൗസിലെ പർച്ചേസ് ഓർഡറാണ്. ഇത് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ഈ ലിസ്റ്റിൽ ജസ്റ്റ് ക്രിയേറ്റ് ആകത്തുള്ളൂ. നമ്മളിതെല്ലാം കൺഫേം ആയ ശേഷം നമ്മളിവിടുന്ന് ഈ ചെറിയ ഒരു ഇത് കണ്ടോ, ഈ മാനേജ് എന്നെഴുതിയിരിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിസീവ്ഡ് കൊടുക്കുക. റിസീവ്ഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ അത്രയും ഇവിടെ കാണിക്കും. ഇത്രയും സാധനമാണ് നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്യുക. ഇത്ര സാധനമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാർമസിയിൽ കാരിത്താസ് ഫാർമസി വെയർഹൗസിൽ ഇത്രയും പ്രൊഡക്ട്സ് ആഡാവും. അതായത് അതിൻ്റെ ഇത്രയും എടുത്ത അത്രയും പ്രൊഡക്റ്റിന് ടോട്ടൽ വാല്യൂ ആണ് 450 രൂപ. 450 രൂപയുടെ സാധനം നമ്മൾ വെയർഹൗസിൽ ആഡാവും. ഇപ്പോൾ നമ്മുടെ കാരിത്താസ് ഫാർമസി വെയർഹൗസിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് എല്ലാം വെയർഹൗസിൽ ആഡാവും. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പം ഈ വെബ്സൈറ്റിൽ ഈ ഡെസ്ക്ടോപ്പ് വേർഷൻ നമുക്കിനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് റീഫിൽ പാർട്ട്ണർ ആപ്പ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്ത് വെൻഡിംഗ് മെഷീനകത്തോടെ ഡയറക്റ്റ് നമുക്ക് എടുത്തിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷനിലുള്ള ട്യൂട്ടോറിയൽ ഇത്രയാണ്. ഇനി നമുക്ക് റീഫിൽ പാർട്ട്ണർ ആപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ റീഫിൽ ചെയ്യാന്നുള്ളത് നോക്കാം.